ഹായ് ഹലോ ഏവർക്കും നമസ്കാരം. മാഫോർ മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പൊ നമ്മുടെ കേട്ടറ്റ് പരീക്ഷയൊക്കെ കഴിഞ്ഞു. ഇനി അവയുടെ ചോദ്യങ്ങളെ വിശകലനം ചെയ്യുന്നതിനുള്ള സമയമാണ്. അപ്പൊ ഇന്ന് കേട്ടറ്റ് കാറ്റഗറി 3യുമായി ബന്ധപ്പെട്ട മലയാളം ചോദ്യങ്ങളുടെ വിശകലനമാണ് ഈ വീഡിയോയിലൂടെ നടത്തുന്നത്. കേട്ടറ്റ് കാറ്റഗറി 3 മലയാളം പാർട്ട് 2 പാർട്ട് 3 ചോദ്യങ്ങളുടെ വിശകലനമാണ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ആഴത്തിലുള്ള വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റ് കാറ്റഗറികളുമായി ബന്ധപ്പെട്ട 1, 2, 4 കാറ്റഗറികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, മലയാളം ചോദ്യങ്ങൾ മറ്റ് വീഡിയോകളിലൂടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ലഭ്യമാകും. അപ്പൊ നമുക്ക് കേട്ടറ്റ് കാറ്റഗറി 3 മലയാളം പാർട്ട് 2 പാർട്ട് 3 മലയാളം ചോദ്യങ്ങളുടെ വിശകലനത്തിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കാറ്റഗറി 3യിലെ പാർട്ട് 2 ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളാണ്. ചില ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ആ ചോദ്യങ്ങൾ കിട്ടുന്ന മുറയ്ക്ക്, ഉത്തരം ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ വീഡിയോയ്ക്ക് താഴെ പിൻ ചെയ്ത് കമന്റ് സെഷനിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേവലവാക്യം ഏത് എന്നതാണ് ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കേവലവാക്യം ഏത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ കേവലവാക്യം എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. എന്താണ് കേവലവാക്യം? ഒരു കേവലമായ ഒരു ആശയത്തെ മാത്രം സൂചിപ്പിക്കുന്ന വാക്യമാണെങ്കിൽ അത് കേവലവാക്യമാണ്. അവൾ പുസ്തകം വായിച്ചു, അല്ലെ? ഒരു ആശയത്തെ മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് കേവലവാക്യം അവൾ പുസ്തകം വായിച്ചു എന്നുള്ളതാണ്. മറ്റു വാക്യങ്ങളൊക്കെയും പരിശോധിച്ചു നോക്കൂ. മഴ പെയ്തപ്പോൾ പുഴകൾ നിറഞ്ഞു കവിഞ്ഞൊഴുകി. പരിസ്ഥിതിയുമായി സന്തുലിതത്വം പാലിക്കാതെ പ്രാകൃതികോർജം അമിതമായി ഉപയോഗിക്കുന്ന ശീലം എന്നൊക്കെ പറയുന്ന മറ്റു വാക്യങ്ങളൊക്കെയും കേവലവാക്യങ്ങളുടെ ഘടനയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കാത്ത വാക്യങ്ങളാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. കറുക്കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. ഈ വാക്യത്തിൽ നാമവിശേഷണമായി ചേർത്തിരിക്കുന്ന പദം ഏത് എന്നതാണ് ചോദ്യം. കറുത്ത കുതിര വളരെ വേഗത്തിൽ കാട്ടിലൂടെ ഓടി. അപ്പൊ നാമത്തിന്റെ വിശേഷണം ഏത് എന്ന് ചോദിച്ചിരിക്കുന്നു, അല്ലെ? വേഗം നാമമല്ല, കാട്ടിലൂടെ ഓടി ഇതൊന്നും നാമപദങ്ങളല്ല. കുതിര മാത്രമാണ് നാമപദം, ഇല്ലേ? ഡയറക്റ്റ് ചോദ്യമാണ്. നാമത്തെ വിശേഷിപ്പിക്കുന്ന പദം ഏത്? അല്ലെ? കുതിരയെ വിശേഷിപ്പിക്കുന്നു. കറുത്ത എന്ന വിശേഷണം പദം കൊണ്ട് വിശേഷിപ്പിക്കുന്നു. അപ്പോ നാമവിശേഷണമായി സൂചിപ്പിക്കുന്ന പദം കറുത്ത എന്നുള്ളതാണ്. കറുത്ത കുതിര. ഓക്കെ, അപ്പൊ അതും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നു. അടുത്ത ചോദ്യം നോക്കൂ. കുളിക്കാതെ ഈറൻ ചുമക്കുക എന്ന ശൈലിയുടെ ആശയം ഏത് എന്നുള്ളതാണ്. എളുപ്പമുള്ള ചോദ്യമാണ്, അല്ലെ? കുളിക്കാതെ ഈറൻ ചുമക്കുക, ആശയം എന്താണ്? കുറ്റം ചെയ്യാതെ പിഴ ഏൽക്കുക എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ ചേർത്തിരിക്കുന്നതിൽ ശരിയായ വാക്യം ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ വാക്യശുദ്ധി, അല്ലെ? ഇതൊക്കെ നോക്കൂ. മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. ഇത് കറക്റ്റ് ആണ്, അല്ലെ? മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി എന്ന് പല ചോദ്യപേപ്പറുകൾക്കകത്തും തരാറുണ്ടായിരുന്നു. ആ വാക്യത്തെ ഇത്തവണ അവർ ശരിയായി കൊടുത്തു. മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി. മഹാകവിയുടെ അമ്മ ബാല്യത്തിലെ മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അത് വാക്യം ശരിയാവില്ലല്ലോ. അപ്പൊ മഹാകവിയുടെ ബാല്യത്തിലെ അമ്മ മരിച്ചുപോയി എന്നതാണ് ശരിയായ ഉത്തരം. ഏകദേശം 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി, അല്ലെ? 100ഓളം എന്ന് മതി, ഏകദേശം എന്ന് വേണ്ട. ഇവിടെ ഓളം ചേർക്കുന്നത് ഈ ഏകദേശത്തിന് പകരമായി തന്നെയാണ്. 100ഓളം ആളുകൾ സിനിമയ്ക്ക് പോയി. നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല. നടക്കാനോ സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ വാക്യം ശരിയാകുമായിരുന്നു, അല്ലെ? ഇപ്പോ നടക്കുവാനും സംസാരിക്കാനോ അയാൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ വാക്യം ശരിയല്ല. പെട്ടെന്നുണ്ടായ ആകസ്മിക മഴ വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു, അല്ലെ? പെട്ടെന്ന് ആകസ്മികം ഒരേ അർത്ഥമുള്ള വാക്കുകളാണ്, അങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല, അല്ലെ? പെട്ടെന്നുണ്ടായ മഴ കാരണം വെള്ളപ്പൊക്കം സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗൃഹം പണിയാൻ ആഗ്രഹിക്കുന്നവർ പണികളുടെയും സ്വഭാവം അറിഞ്ഞിരിക്കേണ്ടുന്നത് പോലെ ഗ്രന്ഥമുണ്ടാക്കുവാൻ അഭ്യസിക്കുന്നവർ വാചകം എഴുതുന്നതിന്റെ വകഭേദങ്ങളെല്ലാം ഗ്രഹിച്ചിരിക്കേണ്ടതാകുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമല്ല. കാരണം മലയാളം മെയിൻ ആയിട്ട് എടുത്തു പഠിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പോലും അത്യാവശ്യം പ്രയാസമുള്ളൊരു ചോദ്യമാണിത്,
അല്ലെ? അപ്പോ കോമൺ ആയിട്ട് തരുമ്പോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ അത്യാവശ്യം ബുദ്ധിമുട്ടിലാവും. ശരിയായ ഉത്തരം AR രാജരാജവർമ്മ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സാഹിത്യം എന്നുള്ള കൃതിക്കകത്താണ് അദ്ദേഹം ഈ അഭിപ്രായം ഉന്നയിച്ചിരിക്കുന്നത്. ഓക്കെ, മുന്നോട്ട് പോകാം. സിൻ എന്ന നോവൽ എഴുതിയത് ആര്? ഇത് പല ക്ലാസ്സുകളിലായിട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് അല്ലെ. സിൻ എന്ന നോവൽ എഴുതിയത് ആര്? 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ള നോവലാണ് സിൻ എന്നുള്ള നോവൽ. ഹരിത സാവിത്രിയുടേതാണ് സിൻ എന്ന നോവൽ. മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2023 ലഭിച്ച നോവലാണ് സിൻ. 2024 ആർക്കായിരുന്നു? അത് GR ഇന്ദുഗോപന്റെ അല്ലെ, GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനായിരുന്നു. GR ഇന്ദുഗോപന്റെ ആനോ എന്ന നോവലിനായിരുന്നു അവാർഡ് ലഭിച്ചിരുന്നത്. ശരി, നമുക്ക് മുന്നോട്ട് പോവാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ തൽപുരുഷ സമാസത്തിൽ ഉൾപ്പെടുന്ന പദമേത്? അല്ലെ, ജരാ നര, ജരയും നരയും. ലോകക്രമം, ലോകത്തിന്റെ ക്രമം അല്ലെ. നിമീലിത ലോചൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളെ ഉദ്ദേശിക്കുന്നതാണ്. പീതാംബരൻ എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ഉദ്ദേശിക്കുന്നതാണ്. എന്നാൽ ലോകക്രമമാകട്ടെ എന്തിന് പ്രാധാന്യം നൽകുന്നു? എന്തിന് പ്രാധാന്യം നൽകുന്നു? ഉത്തരപദത്തിന് പ്രാധാന്യം നൽകുന്നു. ഉത്തരപദത്തിന് പ്രാധാന്യം നൽകിയാൽ അത് തൽപുരുഷ സമാസം. പൂർവപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം നൽകിയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അവ്യയീഭാവൻ. അവ്യയീഭാവൻ എന്ന് വിളിക്കാം. അപ്പൊ സമാസം എല്ലാ ചോദ്യപേപ്പറുകൾക്കകത്തും സമാസവുമായി ബന്ധപ്പെട്ട ചോദ്യം കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഒരു പരീക്ഷ പോലും സമാസത്തെ വിട്ട് കളഞ്ഞിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ശരി, മുന്നോട്ട് പോവാം. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ഈ വരികളിലെ അലങ്കാരം ഏത്? ഇത് നളചരിതം ആട്ടക്കഥയില് ഹംസം ദമയന്തിയോട് പറയുന്ന വരികളാണ്. യൗവനം വന്നുദിച്ചിട്ടും ചെറുതായില്ല ചെറുപ്പം. ഈ വരികളിലെ അലങ്കാരം ഏത്? ഇതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടിയിട്ടില്ല. പരികരം എന്നൊരു അലങ്കാരം മലയാളത്തിലുണ്ട്. പക്ഷെ ഇവിടെ ഓപ്ഷൻ തന്നെ അവർ തെറ്റായിട്ടാണ് തന്നിരുന്നത്. പരിപകരം എന്നാണ് തന്നിരുന്നത്. പരികരമാണോ അനന്വയമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുന്ന ഒരു ചോദ്യമാണിത്. അപ്പൊ ഇത് കിട്ടുന്ന മുറയ്ക്ക് കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം? പിൻ ചെയ്ത് ചേർക്കാം. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മരത്തിൽ നിന്ന് താഴേക്ക് ചാടി. ഈ വാക്യത്തിലെ ദ്യോതക ശബ്ദം ഏത് എന്നതാണ് ചോദ്യം. മരത്തിൽ നിന്ന് താഴേക്ക് ചാടി എന്ന വാക്യത്തിലെ ദ്യോതക ശബ്ദം ഏതാണ്? അപ്പൊ എന്താണ് ദ്യോതകം? സ്വതന്ത്രമായി നിലനിൽപ്പില്ലാത്തതും വാചകത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്നു അല്ലെ. വാചകത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുകയും ചെയ്താൽ അവനെ എന്ത് വിളിക്കാം? ദ്യോതകം എന്ന് വിളിക്കാം. അപ്പൊ ആരാണ് ദ്യോതകം? നിന്ന് എന്നുള്ളതാണ് ദ്യോതക ശബ്ദത്തിന് ഉദാഹരണം. മറ്റൊന്ന്, കുന്ദൻ കഥാപാത്രമാകുന്ന നോവൽ ഏത്? അല്ലെ, ആനന്ദിന്റെ മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന ആനന്ദിന്റെ നോവലിലാണ് കുന്ദൻ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് അല്ലെ. കഥാപാത്രം, കൃതി, സ്ഥിരം ചോദ്യല്ലേ. ആ മോഡൽ തന്നെ ഇത്തവണയും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. മറ്റൊരു ചോദ്യം, കേശവദേവിന്റെ ഏത് നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കേശവദേവിന്റെ ഏത് നോവലിനാണ്? അയൽക്കാർ എന്ന നോവലിന്. കേശവദേവിന്റെ അയൽക്കാർ എന്ന നോവലിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധ ബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മനുഷ്യന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അബോധ ബിംബങ്ങളാണ് ആർക്കിടൈപ്പുകൾ. ആർക്കിടൈപ്പുകളെ കുറിച്ച് അല്ലെ, ആദിപ്രരൂപങ്ങളെ കുറിച്ചുള്ള പഠനം നടത്തിയത് ആരാണ്? CG യുങ് ആണ് അല്ലെ. ആദിപ്രരൂപങ്ങളെ കുറിച്ചുള്ള പഠനം, ആദിപ്രരൂപ പഠനം, അത് CG യുങ് ആണ് ആർക്കിടൈപ്പുകളെ കുറിച്ചുള്ള ഈ അഭിപ്രായം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അടുത്തത് നോക്കൂ. നിങ്ങൾ പണിയെടുക്കിൻ നാവടക്കിൻ ഞങ്ങളാകട്ടെ എല്ലാം ഞങ്ങൾക്കാകട്ടെ. ഈ വരികൾ ഏത് കവിതയിലേതാണ്? പലർക്കും കൺഫ്യൂഷൻ വരും. കാരണം കുറത്തി അല്ല എന്ന് നമ്മൾ വിചാരിക്കും. ഇത് കടമ്മനിട്ടയുടെ കുറത്തിയിലെ തന്നെ വരികളാണ്. കടമ്മനിട്ട രാമകൃഷ്ണന്റെ കുറത്തിയിലെ തന്നെ വരികളാണ്. നമ്മൾക്ക് പെട്ടെന്ന് കുറത്തിന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായെന്ന് എന്നുള്ള വരികളൊക്കെ ആയിരിക്കും ഓർമ്മ വരിക. പക്ഷെ അതിന്റെ തുടർച്ചയിൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ, കവിതയുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഈ വരി കാണുന്നത്. നിങ്ങൾ പണിയെടുക്കിൻ നാവടക്കിൻ എന്നുള്ള വരികൾ കുറത്തിയിലേതാണ്. ശരി, അടുത്ത ചോദ്യം,
ചുവടെ ചേർത്തിരിക്കുന്നതിൽ ഓഷ്ട്യാക്ഷരം ഏത്? നമ്മൾ വീഡിയോയിലൊക്കെ ചെയ്തിരുന്നു, നമ്മുടെ ക്ലാസ്സിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അല്ലെ. പവർഗാക്ഷരങ്ങളെല്ലാം 25 വർഗാക്ഷരങ്ങൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ പവർഗത്തിലുള്ള അക്ഷരങ്ങളെല്ലാം എന്താണ്? ഓഷ്ട്യമാണ്, ഓഷ്ട്യമാണ്, ഓഷ്ട്യമാണ്. അപ്പോ പവർഗത്തിൽ വരുന്ന അക്ഷരം ഏതാണ്? അത് മായാണ് അല്ലെ. മായാണ് പവർഗാക്ഷരം. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. മാ ആണ് ഓഷ്ട്യ അക്ഷരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അലങ്കാരങ്ങളിൽ വർണ്ണ്യവസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏത് എന്നതാണ് ചോദ്യം. അലങ്കാരങ്ങളിൽ വർണ്ണ്യവസ്തുവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദം ഏത് എന്നതാണ് ചോദ്യം. ഉപമാനം, ഉപമേയം, ഇവയിൽ ഏതോ ഒന്നായിരിക്കും അല്ലെ. ഉപമാനമാണോ ഉപമേയമാണോ? ശരിയായ ഉത്തരം ഉപമേയം എന്നുള്ളതാണ് ഇല്ലേ. ആരെയാണ് വർണ്ണിക്കുന്നത്? ആ വർണ്ണിക്കുന്നയാളെ ഉപമേയമെന്നും, ആരോടാണോ വർണ്ണിക്കുന്നത് അതിനെ ഉപമാനവും എന്ന് പറയും. ഓക്കെ, ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? അത്ര ഫെമിലിയർ ആയിട്ടുള്ളതല്ല. ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം എന്ത്? എന്താണ് ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം? ഐശ്വര്യം. ഐശ്വര്യം എന്നാണ് ഋദ്ധി എന്ന പദത്തിന്റെ അർത്ഥം. ശരി, നമുക്ക് മുന്നോട്ട് പോവാം. പ്രാണവായു എന്ന ചെറുകഥ, പ്രാണവായു എന്ന ചെറുകഥ എഴുതിയത് ആരാണ്? പ്രാണവായു എന്ന ചെറുകഥ അത് അംബികാസുധൻ മങ്ങാടിന്റെ കഥയാണ്. പ്രാണവായു എന്ന ചെറുകഥ എഴുതിയത് അംബികാസുധൻ മാങ്ങാടാണ്. ശരി, നമുക്ക് മുന്നോട്ട് പോവാം. ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അനുപ്രയോഗമേത്? അല്ലെ, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യാകരണത്തിന്റെ ഭാഗമൊക്കെ ചർച്ച ചെയ്തപ്പോൾ അനുപ്രയോഗത്തെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. അപ്പോ ചുവടെ ചേർത്തിരിക്കുന്നവയിൽ അനുപ്രയോഗം ഏതാണ്? അവൾ പറഞ്ഞു പോയി, അവൾ പറഞ്ഞു പോയി, അവൾ പറഞ്ഞു പോയി എന്നുള്ളതാണ് അനുപ്രയോഗത്തിന് ഉദാഹരണമായി വരുന്നത്. അടുത്തത് നോക്കൂ. മലയാളി ഒരു ജനിതക വായന എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആരാണ് മലയാളി ഒരു ജനിതക വായന എന്ന ഗ്രന്ഥം എഴുതിയത്? അത് കെ സേതുരാമന്റേതാണ്. മലയാളി ഒരു ജനിതക വായന എന്ന ഗ്രന്ഥം എഴുതിയത് കെ സേതുരാമൻ ആണ്. അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദമേത്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? രക്ഷകർത്താവ്, നിശ്ചലം, പ്രവൃത്തി, അടിമത്തം. ഇതിലേതാണ് ശരിയായ പദം എന്നതാണ് ചോദ്യം. രക്ഷകർത്താവാണോ രക്ഷാകർത്താവാണോ? ശരി, ശരി അല്ലേ. രക്ഷാകർത്താവാണ് ശരി. അപ്പൊ ഇത് തെറ്റാണ്. നിശ്ചലം എന്ന് നമ്മൾ എങ്ങനെ എഴുതും? നിശ്ചലം എന്നല്ലല്ലോ, നിശ്ചലം, നിശ്ചലം, നിശ്ചലം എന്നല്ലേ എഴുതുള്ളൂ. പ്രവൃത്തി, പ്രവൃത്തി എന്നുള്ളതല്ലേ ശരിയായ പദം. അടിമത്തം, അടിമത്തം നമ്മൾ ഇത് ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് അല്ലെ. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ്. അടിമത്വം അല്ല, അടിമത്തം ആണ് ശരിയായ ഉത്തരം. അപ്പൊ ശരിയായ പദം അടിമത്തം എന്നുള്ളതാണ്. ഇനി ഒരു ഗദ്യഭാഗമായിരുന്നു. ഗദ്യഭാഗം നിലവിൽ വായിക്കുന്നില്ല, നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോ ചില ഭാഗങ്ങൾ വേറെ കളർ ഉപയോഗിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അത് ഉത്തരത്തെ എളുപ്പം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തി വെച്ചതാണ്. വാസ്തവത്തിൽ ഗദ്യ പദ്യ അവധാരണം ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരത്തിലൊരു മെത്തേഡ് ഉപയോഗിച്ചാൽ വാസ്തവത്തിൽ വളരെ നല്ലതാണ്. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിൽ കാണുന്ന അതേ വാക്യങ്ങളെ ഗദ്യഭാഗത്ത് അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഓരോരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇതാ ഒന്നാമത്തെ ചോദ്യം. കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ നടത്തുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം അല്ലെ. കൃതിയുടെ പാഠത്തെ സ്വയം സമ്പൂർണമായ സ്ഥലമായി കണ്ട് പാഠാധിഷ്ഠിതം മാത്രമായ പഠനങ്ങൾ നടത്തുന്നത് ആര്? ഇതാ കിടക്കുന്നു. നമ്മളിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പാഠാധിഷ്ഠിതമായ പഠനങ്ങൾ നടത്തുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം. ആരാണ്? ആശയലോകത്ത് മാത്രം വിഹരിക്കുന്നവർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ആശയലോകത്ത് മാത്രം വിഹരിക്കുന്നവർ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പാഠാധിഷ്ഠിതം വിഗ്രഹിക്കുന്നത് എങ്ങനെ? നിലവിൽ പാഠത്തിൽ അധിഷ്ഠിതം എന്നാണ് നമുക്ക് പാഠാധിഷ്ഠിതത്തെ പറയാൻ പറ്റുക. പാഠത്തിൽ അധിഷ്ഠിതമായത് അതാണ് പാഠാധിഷ്ഠിതം. അപ്പൊ ശരിയായ ഉത്തരം എവിടെ ഇല്ല? നമ്മുടെ ഓപ്ഷൻസിൽ ഇല്ല. അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ എന്തിനെ കുറിച്ചാണ്? പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ എന്തിനെ കുറിച്ചാണ്? അത് നമ്മൾ അവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്.
പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള പാരസ്പര്യ നിഷേധത്തെക്കുറിച്ച്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള, അതാ കിടക്കുന്നു, ആദ്യം കിടക്കുന്നു, പ്രകൃതിയും മനുഷ്യനുമായുള്ള പാരസ്പര്യത്തെ ഉപയോഗിക്കുന്നത് എന്നാണ് എന്നുള്ള ഭാഗത്ത് അല്ലെ, അവിടെയാണ് അതിന്റെ ഉത്തരം കാണുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പാരസ്പര്യ നിഷേധത്തെക്കുറിച്ചാണ് പാശ്ചാത്യ ലോകത്തെ ഭാഷാ ചർച്ചകൾ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനും ഇന്ന് ഉപയോഗിക്കുന്നത് എന്തിനെയാണ്? പ്രകൃതിയുടെയും ജീവന്റെയും സാന്നിധ്യത്തെ നിരാകരിക്കാനും മരവിപ്പിക്കാനുമാണ് ഭാഷ ഇന്ന് ഉപയോഗിക്കപ്പെടുന്നത്. അല്ലെ, ഉത്തരം കിട്ടി. ഭാഷ എന്നതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യഥാർത്ഥ സ്ഥലവും അവിടുത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധവും നഷ്ടമാകുന്നത് ആർക്ക്? ഇത് നമ്മൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആർക്കാണ് നഷ്ടമാകുന്നത്? അത് സ്വയം പാഠം എന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്കാണ്. സ്വയം പാഠം എന്ന സ്ഥലമായി മാറുന്ന ഭാഷ. ഏറ്റവും അവസാനം നമ്മൾ കാണുന്നുണ്ട്, സ്വയം പാഠം എന്ന സ്ഥലമായി മാറുന്ന ഭാഷയ്ക്ക് യഥാർത്ഥ സ്ഥലവും അവിടുത്തെ സമൂഹവും മനുഷ്യരും പ്രകൃതിയുമായുള്ള ജൈവബന്ധം നഷ്ടമാകുന്നു. ഓക്കെ, അപ്പോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. ഓക്കെ അല്ലേ? അവധാരണത്തിന്റെ ചോദ്യങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നത് പദ്യഭാഗത്തിന്റെ അവധാരണമാണ്. കാവ്യഭാഗം വായിച്ച് 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയിലെ വരികൾ തന്നിരിക്കുന്നു. പറയുവാനുണ്ട് പൊഞ്ചെമ്പകം പൂത്ത കരളുപണ്ടേ കരിഞ്ഞുപോയെങ്കിലും കറപിടിച്ചൊരൻ ചുണ്ടിൽ തുളുമ്പുവാൻ കവിത പോലും വരണ്ടുപോയെങ്കിലും എന്നുള്ള വരികൾ. ഹൃദയരേഖകൾ നീളുന്നത് എന്തിന് എന്നുള്ള ആദ്യത്തെ ചോദ്യം. എന്തിനാണ്? സ്മരണതൻ ദൂരസാഗരം തേടിയൻ ഹൃദയരേഖകൾ നീളുന്നു. സ്മരണ അല്ലെ, ഓർമ്മകൾ തേടി നീളുന്നു, ഹൃദയരേഖകൾ നീളുന്നു. അടുത്ത ചോദ്യം നോക്കൂ. വരണ്ടുപോയത് എന്താണ്? വരണ്ടുപോയത് എന്താണ്? കവിത പോലും വരണ്ടുപോയെങ്കിലും, കവിതയാണ് വരണ്ടുപോയത്. അപ്പോ ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. പൊൻചെമ്പകം പൂത്ത കരൾ എന്ന പ്രയോഗത്തിന്റെ ആശയം എന്ത്? പൊൻചെമ്പകം പൂത്ത കരൾ എന്ന പ്രയോഗത്തിന്റെ ആശയം എന്താണ്? അത് പ്രണയാർദ്രമായ മനസ്സാണ്. പ്രണയാർദ്രമായ മനസ്സിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. കാവ്യഭാഗത്ത് പ്രകടമാകുന്ന പ്രധാന ഭാവം എന്താണ്? അത് വിരഹമാണ്. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. അപ്പോ അടുത്ത ചോദ്യം. നെടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും. ഈ വരികളിൽ പ്രകടമാകുന്ന ആശയം എന്ത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? നോട്ടത്താൽ ഹൃദയം സന്തോഷഭരിതമായി എന്നതാണ് ഈ വരികളിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ഈ ചോദ്യങ്ങൾ നമുക്ക് പല ചോദ്യങ്ങളും കുറച്ച് ലെവല് കൂടിയ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, എന്നാൽ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ പരീക്ഷയെ നമ്മൾ പൊതുവായി വിലയിരുത്തുമ്പോൾ ഒരു മീഡിയം ലെവലിലായിട്ടാണ് ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. എന്നാൽ പാർട്ട് 3 മലയാളത്തിലേക്ക് പോകുമ്പോൾ, കാറ്റഗറി 3യുടെ പാർട്ട് 3 മലയാളത്തിലേക്ക് പോകുമ്പോൾ 50 ചോദ്യങ്ങൾ, 50 ചോദ്യങ്ങളിൽ പലതും വാസ്തവത്തിൽ സെറ്റ് പരീക്ഷയുടെയും നെറ്റ് പരീക്ഷയുടെയും ഒക്കെ ലെവലിലുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പൊതുവിൽ കേട്ടിട്ട് പരീക്ഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള സങ്കല്പങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. കാരണം നമ്മൾ പറയാറുണ്ട് ഏറ്റവും ബേസ് ആയിട്ടുള്ള സാധനങ്ങൾ പഠിച്ചാൽ മതി എന്ന് പറയും. കേട്ടിട്ട് കാറ്റഗറി 3 കിട്ടാൻ വളരെ എളുപ്പമാണ്, ഏറ്റവും ബേസ് ആയിട്ടുള്ള സംഗതികൾ പഠിച്ചാൽ മതി എന്ന് നമ്മൾ പറയും. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല. ഇന്നത്തെ ചോദ്യപേപ്പർ കണ്ടതിലൂടെ നമുക്കത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം സെറ്റ് ലെവലിലേക്കും നെറ്റ് ലെവലിലേക്കും ഉള്ള ചോദ്യങ്ങളായിരുന്നു ഭൂരിഭാഗവും പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. വളരെ അപൂർവം ചോദ്യങ്ങൾ മാത്രമാണ് അല്ലാതെ ചോദിച്ചു കണ്ടിരുന്നത്. പല ചോദ്യങ്ങളും നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ള അതേ ചോദ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ സെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറുകളിൽ ഉള്ളതോ ഒരുപക്ഷെ സെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിനേക്കാൾ കടന്നതോ ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇനി ഏറ്റവും ബേസ് ആയിട്ടുള്ള അറിവിലൂടെ നമുക്ക് കേട്ടിട്ട് കാറ്റഗറി 3 ക്രാക്ക് ചെയ്യാത്ര എളുപ്പമായിരിക്കില്ല. അപ്പോ സെറ്റിനും നെറ്റിനും എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേ നിലവാരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ, ഏറ്റവും ബേസ് മുതൽ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രിപ്പറേഷൻ കേട്ടിട്ട് കാറ്റഗറി 3ക്ക് വേണ്ടിയും നിശ്ചയമായും നടത്തേണ്ടതുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് പോവാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ചേരാത്തത് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. മത്തിയാസ് M.R. വിഷ്ണുപ്രസാദിന്റെ കൃതിയാണ്. തപോമയിയുടെ അച്ഛൻ E. സന്തോഷ് കുമാറിന്റെ കൃതിയാണ്. അല്ലോഹലൻ അജയ് P. മങ്ങാട്ടിൻ്റെതല്ല, അത് അംബികാസുധൻ മങ്ങാടിന്റെ കൃതിയാണ്. മണൽപ്പാവ മനോജ് കുറൂരിൻ്റെത് തന്നെയാണ്. അപ്പൊ ശരിയായ
ഉത്തരം ഓപ്ഷൻ സി ആണ്. അല്ലോഹലൻ, അജയ് പി മങ്ങാട്ട് എന്ന് തന്നിരിക്കുന്നതാണ് തെറ്റായി ഉചിതമായി ചേരാത്തത്. ഓക്കെ, അടുത്ത ചോദ്യം. കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് തിരിച്ചാണ് ടൈപ്പ് ചെയ്തപ്പോൾ ഒരു പ്രശ്നമാണ് കേട്ടോ. കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ വിശേഷിപ്പിച്ച നിരൂപകനാര്? അല്ലെ, നമ്മൾ സെറ്റ് പരീക്ഷയ്ക്കും നെറ്റ് പരീക്ഷയ്ക്കും ഒക്കെ സ്ഥിരം കാണാറുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ്. ആരാണത് പറഞ്ഞത്? MP പോളാണ്. MP പോളാണ് ഇന്ദുലേഖയിലെ ഒരു സംഭാഷണം എന്നുള്ള 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് വിളിച്ചത്. അതുപോലെ ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ ശപിക്കപ്പെട്ട അധ്യായം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് നമ്മുടെ പണ്ഡിതന്മാർ. അല്ലെ, ശപിക്കപ്പെട്ട 18-ാം അധ്യായം എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതാരാണ്? അത് PK ആണ്. PK ബാലകൃഷ്ണനാണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. അതുപോലെ നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന് നേരെയുള്ള ചർച്ചയാണ്. നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന് നേരെയുള്ള ചർച്ചയാണ് 18-ാം അധ്യായം എന്നും PK ബാലകൃഷ്ണൻ നിരീക്ഷിക്കുന്നുണ്ട്. അപ്പോ ഈ നിലയ്ക്കുള്ള ചോദ്യ സാധ്യതകൾ ഇനിയും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോ പറഞ്ഞല്ലോ, നിലവാരം കുറച്ചു കൂടുതൽ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ കുറച്ചു കൂടുതൽ നിലവാരമുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈ പരീക്ഷയിൽ കാണാൻ പറ്റുന്നുണ്ട്. അടുത്തത് നോക്കൂ. ചുവടെ തന്നിരിക്കുന്നവയിൽ യോജിക്കാത്തത് ഏത്? അനുകൽപ്പന സിനിമകളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. നഷ്ടപ്പെട്ട നീലാംബരി, അല്ലെ, മഴ എന്നുള്ള സിനിമ ലെനിൻ രാജേന്ദ്രന്റെ സിനിമ, നീലവെളിച്ചം ബഷീറിന്റെ കൃതി, ഭാർഗവി നിലയം എന്നുള്ള സിനിമ, ഇരിക്കപ്പിണ്ടം എന്നുള്ള കഥ, പുരുഷാർത്ഥം എന്നുള്ള സിനിമ, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ അനുബന്ധവും ആൾക്കൂട്ടത്തിൽ തനിയെയുമാണ് ഇതിന് യോജിക്കാത്ത ജോഡി. അനുകൽപ്പന സിനിമകളുടെ കൃത്യമായ യോജിക്കാത്ത ജോഡി അനുബന്ധം, ആൾക്കൂട്ടത്തിൽ തനി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്നത് ഏത് കൃതിയിലേതാണ്? സാധാരണ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട് രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്നത് ആരാണ് നിർവചിച്ചത്? അപ്പൊ നമുക്കറിയാം അത് ജഗന്നാഥ പണ്ഡിതനാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോ ജഗന്നാഥ പണ്ഡിതന്റെ പുസ്തകം ഏതാണ് എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റൂ. അത് രസഗംഗാധരമാണ്, അല്ലെ. കാവ്യാദർശം ദണ്ഡിയുടേതാണ്, കാവ്യപ്രകാശം മമ്മടന്റേതാണ്, ക്ഷേമേന്ദ്രന്റേതാണ് ഔചിത്യ വിചാര ചർച്ച. രസഗംഗാധരം എഴുതിയിട്ടുള്ളത് ജഗന്നാഥ പണ്ഡിതനാണ്. അപ്പൊ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം എന്നത് ഏത് കൃതിയിലേതാണ് എന്ന് ചോദിച്ചാൽ അത് രസഗംഗാധരമാണ്. ഒരുപക്ഷെ നെറ്റ് പരീക്ഷയ്ക്കോ സെറ്റ് പരീക്ഷയ്ക്കോ പോലും ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടില്ല. പക്ഷേ സിമ്പിൾ തന്നെയാണ്. നമ്മൾ ഒന്ന് കുറച്ചുകൂടി ആലോചിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അടുത്ത ചോദ്യം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓട്ടം തുള്ളൽ മാത്രമുള്ള ഗണം ഏത്? എത്ര പഠിച്ചാലും നമുക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ നമ്മൾ ആവർത്തിച്ച് പഠിക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ഓട്ടം തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ ഇവ മൂന്നും സെപ്പറേറ്റ് ആയി കൃത്യമായി പഠിച്ചു വെക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓട്ടം തുള്ളൽ മാത്രമുള്ള ഗണം ഏതാണ്? അത് ഓപ്ഷൻ എ ആണ്. സെമന്തകം, രുക്മിണി സ്വയംവരം, നളചരിതം, കിരാതം ഇവ എന്താണ്? ഓട്ടൻ തുള്ളൽ മാത്രമുള്ള ഗണമാണ്. കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലാണ്. സഭാപ്രവേശം പറയൻ തുള്ളൽ വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ്. അതുപോലെ ഹരിണി സ്വയംവരം ശീതങ്കൻ തുള്ളലാണ്. പഞ്ചേന്ദ്രോപാഖ്യാനം പറയൻ തുള്ളലാണ്. അപ്പോ ഓട്ടൻ തുള്ളൽ മാത്രമുള്ള ഗണം സെമന്തകം, രുക്മിണി സ്വയംവരം, നളചരിതം, കിരാതം. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം നോക്കൂ. ചുവടെ തന്നിരിക്കുന്നവയിൽ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടില്ലാത്ത കവി ആരാണ്? അപ്പോ പുരസ്കാരങ്ങളെല്ലാം എല്ലാ തവണയും പ്രധാനപ്പെട്ടതാണ്. ഓടക്കുഴൽ അവാർഡ് ആയിക്കോട്ടെ, വയലാർ അവാർഡ് ആയിക്കോട്ടെ, കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളായിക്കോട്ടെ, എഴുത്തച്ഛൻ പുരസ്കാരമായിക്കോട്ടെ, എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ തിരുനെല്ലൂർ കരുണാകരനാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടില്ലാത്തത്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടില്ലാത്ത കവി തിരുനെല്ലൂർ കരുണാകരനാണ്. അടുത്ത ചോദ്യം. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? അല്ലെ, ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? നെറ്റ് പരീക്ഷയ്ക്കൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ടൈപ്പ് ചോദ്യമാണ്. അത് പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. സംസ്കാരം എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ചോദ്യമാണ്, അല്ലെ. ഭൈരവിക്കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പടയണിയുമായാണ്. അതുപോലെ സ്ഥിരം നെറ്റിലൊക്കെ ചോദിക്കാറുണ്ട് കാപ്പൊലി, കോലം തുള്ളൽ, കാപ്പൊലി, കോലം തുള്ളൽ ഇവ എന്തുമായി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത് പടയണിയുമായി ബന്ധപ്പെട്ടതാണ്, അല്ലെ. പിന്നെ കാച്ചിക്കൊട്ട് അതൊക്കെയും പടയണിയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളും
അനുഷ്ഠാനങ്ങളും ഒക്കെയാണ്. അപ്പൊ ഭൈരവിക്കോലം ഈ പറയുന്നത് പോലെ പടയണിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, എം ലീലാവതിയുടെ കണ്ണീരും മഴവില്ലും എന്ന കൃതിയിലെ പ്രതിപാദ്യം എന്താണ്? അത് വിലാപകാവ്യങ്ങളെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ അടങ്ങിയിട്ടുള്ള കൃതിയാണ് കണ്ണീരും മഴവില്ലും. എം ലീലാവതിയുടെ കണ്ണീരും മഴവില്ലും എന്ന കൃതിയിലെ പ്രതിപാദ്യം വിലാപകാവ്യങ്ങളെ കുറിച്ചുള്ള ഉപന്യാസങ്ങളാണ്. എല്ലുറപ്പുള്ള കവിതയെന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിച്ചത് ആര്? സാധാരണ ചോദിക്കാറുള്ളത് കാച്ചിക്കുറുക്കിയ കവിതകളുടെ രചയിതാവ് ആര്, അല്ലെങ്കിൽ എല്ലുറപ്പുള്ള കവിതയുടെ രചയിതാവെന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ആര്, അങ്ങനെയൊക്കെയാണ് ചോദിച്ചിരുന്നതെങ്കിൽ ഒരു പടി കൂടി കടന്നുള്ള ചോദ്യങ്ങളായി. എല്ലുറപ്പുള്ള കവിത എന്ന് വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിച്ചത് P.A. വാര്യരാണ്. വൈലോപ്പിള്ളി കവിതകൾക്ക് എഴുതിയിട്ടുള്ള അവതാരികയ്ക്കകത്താണ് അദ്ദേഹം എല്ലുറപ്പുള്ള കവിത എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് M.N. വിജയനാണ്. കാച്ചിക്കുറുക്കിയ കവിത എന്ന് വിശേഷിപ്പിക്കുന്നത് M.N. വിജയനാണ്. അതുപോലെ അപൂർണനായ മനുഷ്യന്റെ പൂർണ്ണമായ കവിത, അപൂർണനായ ഒരു മനുഷ്യന്റെ പൂർണ്ണമായ കവിത എന്നൊക്കെ വൈലോപ്പിള്ളി കവിതയെ വിശേഷിപ്പിച്ചതും വിജയമാഷ് തന്നെയാണ്. ഇത് ചോദ്യത്തിലേക്ക് പോകാം. കേരള പത്രപ്രവർത്തന ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആര്? കഴിഞ്ഞ വീഡിയോയിലും നമ്മൾ പറഞ്ഞതാണ്. വൃത്താന്ത പത്രപ്രവർത്തനം രചിച്ചത് ആരാണ്? സ്വദേശാഭിമാനിയും കേരള പത്രപ്രവർത്തന ചരിത്രം രചിച്ചത് പുതുപ്പള്ളി രാഘവനുമാണ്. രണ്ടും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. കേരള പത്രപ്രവർത്തന ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് പുതുപ്പള്ളി രാഘവനാണ്. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന ചരിത്ര സംഭവങ്ങളിൽ കാലക്രമം അനുസരിച്ചുള്ള ശരിയായ ക്രമം ഏത്? അപ്പോ പൊതുവിൽ കാലക്രമം അനുസരിച്ച് അപൂർവം ചോദ്യങ്ങൾ മാത്രമാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ടായിരുന്നതെങ്കിൽ ഈ ചോദ്യ പേപ്പറിൽ 2 ചോദ്യങ്ങൾ നമുക്ക് ഈ കാലക്രമം അനുസരിച്ച് ചോദിച്ച് കാണുന്നുണ്ട്. ഒന്ന് ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, മറ്റൊന്ന് MTയുടെ നോവലുകളുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമായിരുന്നു. അപ്പോ യോഗക്ഷേമ സഭയുടെ സ്ഥാപനം, ഈഴവ മെമ്മോറിയൽ, മലയാളി മെമ്മോറിയൽ, സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപനം. ഇതിൽ മലയാളി മെമ്മോറിയലാണ് ആദ്യം എന്ന് നമുക്കൊരു സംശയമില്ല, കാരണം അത് 1891 ഈഴവ മെമ്മോറിയലാണ് രണ്ടാമത്. അപ്പൊ നമുക്ക് 2 ഓപ്ഷൻസ് വെട്ടാം അല്ലെ? ഓപ്ഷൻ എയും ഓപ്ഷൻ ഡിയും ആദ്യം തന്നെ നമുക്ക് വെട്ടാം. ഇതിലേതോ ഒന്നായിരിക്കും ശരിയായ ഉത്തരം. അപ്പൊ യോഗക്ഷേമ സഭയുടെയും സാധുജന പരിപാലന സംഘത്തിന്റെയും കൃത്യമായിട്ടുള്ള വർഷം നമുക്ക് അറിയാമെങ്കിലാണ് ശരിയായിട്ടുള്ള ഉത്തരത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. സാധുജന പരിപാലന സംഘം 1907 യോഗക്ഷേമ സഭ 1908 1908 അപ്പോ ഓപ്ഷൻ ബി ആണ് അല്ലെ? ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, കർക്കടാംകുന്നത്ത് നമ്പൂതിരി, തേതി, വിളയൂർ അച്ഛൻ, മാധവൻ എന്നീ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നാടകം ഏതാണ്? VT ഭട്ടതിരിപ്പാടിന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളാണ് ഇവരൊക്കെ. അപ്പോ നവോത്ഥാന ഘട്ടത്തിലെ നാടകങ്ങളിൽ അല്ലെ, മലയാള നാടക ചരിത്രത്തിലെ സാമുദായിക നാടകങ്ങളിലെ യോഗക്ഷേമ നാടകങ്ങൾ, ആരാണ് യോഗക്ഷേമ നാടകങ്ങൾ എന്ന് വിളിച്ചത്? അത് S. ഗുപ്തൻ നായരാണ്. യോഗക്ഷേമ നാടകങ്ങൾ എന്ന് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകത്തെയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കിനെയും ഋതുമതിയെയും വിശേഷിപ്പിച്ചത് S. ഗുപ്തൻ നായരാണ്. അപ്പോ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിലെ കഥാപാത്രങ്ങളെ തന്നിരിക്കുന്നു, കൃതി ഏതെന്ന് ചോദിക്കുന്നു. പൊതുവിൽ മലയാളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്തരം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന, ഉത്തരം കൃത്യമായി എഴുതാൻ പറ്റുന്ന ചോദ്യം തന്നെയാണ് അത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ചോദ്യം ഇവിടെ ഉണ്ടായിരുന്നത് വാസ്തവത്തിൽ സമൂഹത്തിലും കുടുംബത്തിലും ഒറ്റയാകുന്ന വ്യക്തിയുടെ ഏകാന്തതാബോധവും അത് സൃഷ്ടിക്കുന്ന മനോനിലയുമാണ് MTയുടെ നോവലുകളിൽ കാണാനാവുന്നത് എന്ന് നിരീക്ഷിച്ചത് ആര് എന്ന ചോദ്യമായിരുന്നു. അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് സ്ലൈഡിൽ അത് രേഖപ്പെടുത്താത്തതാണ്. അപ്പൊ അത് കിട്ടുന്ന മുറയ്ക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് ചേർക്കാം. സമൂഹത്തിലും കുടുംബത്തിലും ഒറ്റയാകുന്ന വ്യക്തിയുടെ ഏകാന്തതാബോധവും അത് സൃഷ്ടിക്കുന്ന മനോനിലയുമാണ് MTയുടെ നോവലുകളിൽ കാണാനാകുന്നത് എന്ന് നിരീക്ഷിച്ചത് ആര്? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. അടുത്ത ചോദ്യം, അവൾ കഥകളി കാണാൻ പോയി വാക്യത്തിലെ വിനയച്ചം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? വാക്യത്തിലെ വിനയച്ചം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? പിൻവിനയച്ചം, നടുവിനയച്ചം, തൻവിനയച്ചം, മുൻവിനയച്ചം അല്ലെ? അപൂർണ ക്രിയയ്ക്ക് ശേഷമാണ് പൂർണ്ണക്രിയ നടക്കുന്നതെങ്കിൽ മുൻവിനയച്ചം, പൂർണ്ണക്രിയയ്ക്ക് ശേഷമാണ് അപൂർണക്രിയ നടക്കുന്നതെങ്കിൽ അത് പിൻവിനയച്ചം. അപ്പോ പിൻവിനയച്ചമാണ്. പോയതിനു ശേഷമാണ് കാണുക അല്ലെ? പോയതിനു ശേഷമാണ് കാണുക. പൂർണ്ണക്രിയ നടന്നതിന് ശേഷമാണ് അപൂർണക്രിയ നടക്കുന്നത്, അതുകൊണ്ട് അത് പിൻവിനയച്ചമാണ്. അവൾ കഥകളി കാണാൻ പോയി, പോയതിനു ശേഷമേ കാണുള്ളൂ, അതുകൊണ്ടാണ് അത് പിൻവിനയച്ചം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്തത് നോക്കൂ,
ഇങ്ങനൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്ലെ. നെറ്റ് പരീക്ഷയ്ക്കാണ് സ്ഥിരം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റ് സെറ്റ് പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ്. വാൺമേൽ എന്ന സന്ധികാര്യം വിവരിക്കാൻ ലീലാതിലകം നൽകുന്ന സൂത്രം ഏത്? അല്ലെ. അപ്പൊ നെറ്റ് പരീക്ഷയ്ക്കാണെങ്കിലും ഒരുപക്ഷെ കുറച്ചുകൂടി ചോദ്യം കടുക്കുമ്പോഴാണ് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുക. സാധാരണ നിലയില് കേരള വാണിജ്യത്തിലെയും ലീലാതിലകത്തിലെയും സന്ധ്യകാര്യങ്ങളെ താരതമ്യം ചെയ്യുന്ന മട്ടിലുള്ള ചോദ്യങ്ങളാണ് ചോദിച്ച് കാണാറുള്ളത്. പക്ഷെ ഇവിടെ നോക്കൂ, ഡയറക്റ്റ് ചോദ്യം. വാൺമേൽ എന്ന സന്ധികാര്യം വിവരിക്കാൻ ലീലാതിലകം നൽകുന്ന സൂത്രം ഏത് എന്നുള്ളതാണ് ചോദ്യം. അത് ളോന എന്നതാണ് ശരിയായ ഉത്തരം. ളോന എന്നുള്ളതാണ് ശരിയായ ഉത്തരം. നകാരം പരമാകുമ്പോൾ ളകാരത്തിന് ളകാരം ആദേശമായി വരും. വാൾ അധികം മേൽ എന്നുള്ളതാണ് ഇതിന്റെ പിരിച്ചെഴുത്ത്. ഇങ്ങനെയാണ്. വാൾ അധികം മേലാണ് വാൺമേലായി മാറുന്നത്. ളകാരത്തിന് പകരമായി നകാരം വന്നാൽ അവിടെ നകാരം ആദേശം വരും എന്നുള്ള നിയമം അനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ലോനെ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ലോനെ എന്നതാണ് ശരിയായ ഉത്തരം. ഊട്ടുനികരം എഴുത്തായി പാത്രമായി മാനമൊപ്പായി മുഴുമതി മദനൻ തീട്ടിങ് സസ്യോപനീതം ഏത് കൃതിയിലെ വരികളാണ്? ഇതും നെറ്റ് പരീക്ഷയ്ക്കൊക്കെ ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യമാണ്. മുഴുമതിയെ ഒപ്പായി ചിത്രീകരിക്കുന്ന ലഘുകാവ്യം ഇല്ലെ, മണിപ്രവാള ലഘുകാവ്യങ്ങളിൽ ശ്രദ്ധേയമായ ചെറിയ വരികളാണ്. ഊട്ടുനികരം എഴുത്തായി എന്നുള്ള വരികൾ മണിപ്രവാള ലഘുകാവ്യങ്ങളിൽ പ്രധാനപ്പെട്ട ചെറിയ എന്ന കാവ്യത്തിലെ വരികളാണ്. അപ്പൊ ഇതൊന്നും കേട്ടറ്റ് പരീക്ഷയ്ക്ക് സാധാരണ നിലയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളല്ല. അടുത്ത ചോദ്യം നോക്കൂ. തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്ന്? ഒരു സംശയവും വേണ്ട, എളുപ്പമുള്ള ചോദ്യമാണ്, ഡയറക്റ്റ് ചോദ്യമാണ്. കമ്പരാമായണം. തോൽപ്പാവക്കൂത്തിന്റെ ഇതിവൃത്തം സ്വീകരിച്ചിരിക്കുന്നത് കമ്പരാമായണത്തിൽ നിന്നുമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ അർത്ഥ സമവൃത്തങ്ങളുടെ ശരിയായ ഗണം ഏത്? നമ്മുടെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യമാണ്. താഴെ തന്നിട്ടുള്ളവയിൽ അർത്ഥ സമവൃത്തങ്ങളുടെ ശരിയായ ഗണം ഏതാണ്? വിയോഗിനി, പുഷ്പിതാഗ്ര, വസന്തമാലിക, അപരവക്രം തുടങ്ങിയവയാണ് ഈ അർത്ഥ സമവൃത്തങ്ങളുടെ ശരിയായ ഗണം. വിയോഗിനിയും പുഷ്പിതാഗ്രയും വസന്തമാലികയും അപരവക്തവും ഒക്കെ തുടങ്ങിയിട്ടുള്ള വൃത്തങ്ങളാണ് എന്തിനുദാഹരണം? അർത്ഥ സമവൃത്തങ്ങൾക്ക് ഉദാഹരണം. മറ്റ് വൃത്തങ്ങളൊക്കെയും ഈ പറയണ മാതിരി സമവൃത്തങ്ങൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ കാണാറുള്ളവയാണ്. സമവൃത്തത്തിനും വിഷമവൃത്തത്തിനൊക്കെ ഉദാഹരണങ്ങളായിട്ട് കാണാറുള്ള വൃത്തങ്ങളാണ്. അടുത്ത ചോദ്യം. പ്രസിദ്ധീകരിച്ച വർഷം അടിസ്ഥാനമാക്കി MT വാസുദേവൻ നായരുടെ കൃതികളുടെ ശരിയായ ഗണം ഏത് എന്നുള്ളതാണ് ചോദ്യം. പ്രസിദ്ധീകരിച്ച വർഷം അടിസ്ഥാനമാക്കി MTയുടെ കൃതികളുടെ ശരിയായ ഗണം നാലുകെട്ട്, അസുരവിത്ത്, കാലം, രണ്ടാമൂഴം. നാലുകെട്ട്, അസുരവിത്ത്, കാലം, രണ്ടാമൂഴം. നാലുകെട്ടാണ് ആദ്യത്തേത് നമുക്കൊരു സംശയം ഉണ്ടാവില്ല. പക്ഷെ കാലമാണോ അസുരവിത്താണോ എന്നുള്ള കാര്യത്തിലായിരിക്കും സംശയം ഉണ്ടാവുക. അപ്പൊ MTയുടെ കൃതികൾ വളരെ പ്രധാനപ്പെട്ടവയാണെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ സൂചിപ്പിക്കാറുണ്ട്. തീർച്ചയായും ഓപ്ഷൻ D ആണ് ശരിയായ ഉത്തരം. അടുത്ത നോക്കൂ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് ആര്? അപ്പൊ കഴിഞ്ഞ പരീക്ഷയ്ക്കും ചലച്ചിത്ര ഗാനവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ഇതൊരു വൈഡ് ആയിട്ടുള്ള ഏരിയയാണ് വാസ്തവത്തിൽ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു എന്ന ചലച്ചിത്ര ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. അല്ലെ, അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്നുള്ള കൃതിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജീവിതം ഒരു പെൻഡുലം എന്നുള്ള ആത്മകഥാരചനയെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്നുള്ള ചലച്ചിത്ര ഗാനം ശ്രീകുമാരൻ തമ്പിയുടേതാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ പാർശ്വികം ഏത് എന്നുള്ളതാണ് ചോദ്യം. അക്ഷരമാല പഠിക്കുമ്പോൾ നമ്മൾ പൊതുവിൽ ഇത്ര ഡീപ്പായിട്ട് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ പഠിക്കില്ല. പാർശ്വികം എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ളായാണ്. നമ്മൾ ദ്രാവിഡ മധ്യമമായിട്ടൊക്കെ പഠിച്ചിട്ടുള്ള ളായാണ് പാർശ്വികം എന്ന വിഭാഗത്തിൽപ്പെടുന്നത്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി എന്തും ആവശ്യപ്പെടുന്നുണ്ട്, അക്ഷരമാലയും ആവശ്യപ്പെടുന്നുണ്ട്. പ്രാചീന മധ്യകാല തമിഴിൽ നിന്നാണ് മലയാളത്തിന്റെ പിറവി എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? മലയാളത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇത് സാധാരണ കേട്ടറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് തന്നെയാണ്. പ്രാചീന മധ്യകാല തമിഴിൽ നിന്നാണ് മലയാളത്തിന്റെ പിറവി എന്ന് അഭിപ്രായപ്പെട്ടത്. അത് KM പ്രഭാകര വാര്യരാണ്. പിന്നെ സംസ്കൃത ജന്യവാദമുണ്ട്. കോണി, നെടുങ്ങാടി ഉൾപ്പെടെയുള്ള ആളുകൾ അതിന്റെ ഭാഗമായിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാം. സ്വതന്ത്ര ഭാഷാവാദമുണ്ട്. ആറ്റൂര്, KM ജോർജ് തുടങ്ങിയവരൊക്കെ സ്വതന്ത്ര ഭാഷാവാദത്തിന്റെ വക്താക്കളാണെന്ന് നമുക്കറിയാം. ഉപശാഖാവാദം കാൽഡ്വെല് ആണ് അതിന്റെ പ്രധാനപ്പെട്ട വക്താവ്. മിശ്രഭാഷാവാദം ഇളംകുളം കുഞ്ഞൻപിള്ള, അല്ലെ, ഇളംകുളത്തെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇളംകുളമാണ് മിശ്രഭാഷാവാദത്തിന്റെ വക്താവ് എന്നുള്ളത് നമുക്കറിയാം.
പൂർവ്വ തമിഴ് മലയാളവാദത്തിന്റെ പ്രധാന വക്താക്കളിൽ ഒരാൾ KM പ്രഭാകര വാര്യരായിരുന്നു. KM പ്രഭാകര വാര്യരായിരുന്നു. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. നളചരിതം ആട്ടക്കഥയിൽ ബാഹുകൻ രംഗത്ത് വരുന്നത് എപ്പോഴെല്ലാമാണ്? ഇതൊരു നെറ്റ് പരീക്ഷയുടെ പ്രീവിയസ് ചോദ്യമായിരുന്നു. നളചരിതം ആട്ടക്കഥയിൽ ബാഹുകൻ രംഗത്ത് വരുന്നത് എപ്പോഴെല്ലാമാണ്? അല്ലെ, 3-ാം ദിവസവും 4-ാം ദിവസവുമാണ് നളചരിതം ആട്ടക്കഥയിൽ ബാഹുകൻ രംഗത്ത് വരുന്നത്. 3-ാം ദിവസവും 4-ാം ദിവസവുമാണ് ബാഹുകൻ രംഗത്ത് വരുന്നത്. അടുത്ത ചോദ്യം, ദൃഷ്ടാന്തം അതിനെ ബിംബപ്രതിബിംബങ്ങളാക്കുകിൽ. ദൃഷ്ടാന്തം അതിനെ ബിംബപ്രതിബിംബങ്ങളാക്കുകിൽ ഏതിനെ എന്നതാണ് ചോദ്യം. ദൃഷ്ടാന്തം അതിനെ ബിംബപ്രതിബിംബങ്ങളാക്കുകിൽ. ഇതിനൊരു സംശയമുള്ള ചോദ്യമാണ് വാസ്തവത്തിൽ. സാധാരണ ധർമ്മമാണ് എന്ന് കരുതുന്നു, എന്നാൽ അത് ഉറപ്പിക്കാത്തത് കൊണ്ട് അത് പറയുന്നില്ല. സാധാരണ ധർമ്മമാകാനാണ് സാധ്യത. അടുത്ത ചോദ്യം, അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവയെ സംബന്ധിച്ച് പരാമർശമുള്ള ശാസനം ഏത്? ഏതാണ്? അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവയെ കുറിച്ച് പരാമർശമുള്ള ശാസനം ഏതാണ്? തരിസാപ്പള്ളി ശാസനത്തിലാണ്. അപ്പൊ ഓരോ ശാസനത്തെയും ഡീറ്റെയിൽ ആയി അറിഞ്ഞിരിക്കണം. ഓരോ ശാസനത്തിലെയും പ്രതിപാദ്യങ്ങളെ ഡീറ്റെയിൽ ആയി അറിഞ്ഞിരിക്കണം. അഞ്ചുവണ്ണം, മണിഗ്രാമം എന്നിവയെ സംബന്ധിച്ച് പരാമർശമുള്ള ശാസനം തരിസാപ്പള്ളി ശാസനമാണ്. ചുവടെ തന്നിട്ടുള്ളവയിൽ സന്തോഷ് എച്ചിക്കാനത്തിന്റെ രചന അല്ലാത്തത് ഏത്? ഏതാണ് സന്തോഷ് എച്ചിക്കാനത്തിന്റെ രചനയല്ലാത്തത്? അത് ആദം ആണ്, ഇല്ലേ? ആദം. ആദം ആരുടേതാണ്? അത് S ഹരീഷിന്റേതാണ്. S ഹരീഷിന്റേതാണ്. S ഹരീഷിന് മികച്ച ചെറുകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള കൃതിയാണ് ആദം എന്നുള്ള കൃതി. പന്തിഭോജനവും ബിരിയാണിയും കൊമാലയും ഒക്കെ സന്തോഷ് എച്ചിക്കാനത്തിന്റെ കൃതികൾ തന്നെയാണ്. അടുത്ത ചോദ്യം, ഇതിനിടയ്ക്ക് വേറൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. പദ്യം അതിങ്ങനെ കേട്ടാൽ ഉടനെ വിദ്വാൻമാർക്കിഹ പൊരുളുണ്ടാകും എന്നുള്ള വരികൾ കുഞ്ചൻ നമ്പ്യാരുടെ ഏത് കൃതിയിലേതാണ് എന്നൊരു വരി ഉണ്ടായിരുന്നു. അതിന്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ലഭ്യമായിട്ടില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉത്തരം ലഭ്യമാകുന്ന മുറയ്ക്ക് ചാറ്റ് ബോക്സിൽ കമന്റിൽ പിൻ ചെയ്ത് രേഖപ്പെടുത്താം. അടുത്ത ചോദ്യം, മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവിന്റെ രചയിതാവ് ആര് എന്നുള്ളതാണ് ചോദ്യം. മലയാളം പോർച്ചുഗീസ് നിഘണ്ടുവിന്റെ രചയിതാവ് ആരാണ്? ഇത് അർണോസ് പാതിരിയാണ്. അപ്പൊ നിഘണ്ടുക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. അത് മുൻ വർഷങ്ങളിലും നിഘണ്ടുക്കളുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് കാണാൻ പറ്റും. മലയാളം പോർച്ചുഗീസ് നിഘണ്ടു അർണോസ് പാതിരിയുടേതാണ്. ഉയരും ഞാൻ നാടാകെ പടരും പുത്തൻ ഉയിർ നാട്ടിനേകിക്കൊണ്ടുയരും. ഈ ഭാസ്കരൻ മാഷുടെ, അല്ലെ, ഈ ഭാസ്കരന്റെ വരികളാണ്. ഉയരും ഞാൻ നാടാകെ പടരും, അത് പി ഭാസ്കരന്റെ വരികളാണ്. അപ്പൊ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പറങ്ങോടി പരിണയം എന്ന കൃതിയുടെ കർത്താവ് ആര് എന്നുള്ളതാണ് ചോദ്യം. ഇല്ലേ, ആദ്യകാല നോവലുകൾ പഠിക്കുമ്പോൾ നമ്മൾ അത്ര ഡീറ്റെയിൽ ആയി നോക്കില്ല. കുന്തലത നോക്കും, ഇന്ദുലേഖ നോക്കും, പിന്നെ നേരെ മാർത്താണ്ഡവർമ്മയിലേക്കോ ശാരദ നോക്കും, പിന്നെ നേരെ CV യുടെ കൃതികളിലേക്കൊക്കെ ആയിരിക്കും പോവുക. ഇനി അങ്ങനെ പോരാ, ഡീറ്റെയിൽ ആയി ആദ്യകാല നോവലുകളെ നമ്മൾ നോക്കിയേ മതിയാവൂ. പറങ്ങോടി പരിണയം എന്ന കൃതിയുടെ കർത്താവ് കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോനാണ്. മുൻ വർഷങ്ങളിലും ഈ ആദ്യകാല നോവലുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം കണ്ടിട്ടുണ്ട്. പറങ്ങോടി പരിണയം അല്ലാതെ മറ്റു നോവലുകളുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടാകാറുണ്ട്. അപ്പോ കുറച്ചുകൂടി ഡീറ്റെയിൽ സ്റ്റഡി ആദ്യകാല നോവലുകളുടെ ഭാഗവും ആവശ്യപ്പെടുന്നുണ്ട്. കിഴക്കേപ്പാട്ട് രാമൻകുട്ടി മേനോനാണ് പറങ്ങോടി പരിണയത്തിന്റെ കർത്താവ്. അടുത്ത ചോദ്യം നോക്കൂ. താഴെ തന്നിരിക്കുന്നവയിൽ ഉചിതമായി ചേരുന്നത് ഏതാണ്? ഉചിതമായി ചേരുന്നത് ഏതാണ്? ഇരുട്ടിലെ പാട്ടുകൾ, നനവുള്ള മിന്നൽ, തമിഴ് പാവ, മറക്കാമോ? അല്ലേ? അപ്പോ ഇതില് മറക്കാമോ എന്നത് തന്നെയാണ് ഉചിതമായി ചേരുന്നത്. മറക്കാമോ തന്നെയാണ് ഉചിതമായി ചേരുന്നത്. അത് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെതാണ്. മറ്റ് കൃതികൾ ഈ പറയുന്ന എഴുത്തുകാരുടേതല്ല. തമിഴ് പാവ എന്നുള്ള കൃതി വിജയലക്ഷ്മിയുടേതാണ്. തമിഴ് പാവ എന്നുള്ള കൃതി വിജയലക്ഷ്മിയുടേത് തന്നെയാണ്. ഇരുട്ടിലെ പാട്ടുകൾ എന്ന കൃതി, ഇരുട്ടിലെ പാട്ടുകൾ എന്നുള്ള കൃതി സച്ചിദാനന്ദന്റേതാണ്. ഇരുട്ടിലെ പാട്ടുകൾ സച്ചിദാനന്ദന്റേതാണ്. അതുപോലെ നനവുള്ള മിന്നൽ എന്ന കൃതി, നനവുള്ള മിന്നൽ എന്ന കൃതി ആരുടേതാണ്? അത് P രാമന്റേതാണ്. നനവുള്ള മിന്നൽ എന്ന കൃതി P രാമന്റേതാണ്. ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരം മറക്കാമോ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെത് തന്നെയാണ്. അടുത്ത ചോദ്യം, ഏർത്താന എന്ന വടക്കൻ മലബാർ പ്രദേശത്തെ ഒരു കൂട്ടം മനുഷ്യരുടെ പ്രണയവും പ്രതികാരവും ആവിഷ്കരിക്കുന്ന നോവൽ. താരതമ്യേന പുതിയ നോവലിൽ നിന്നാണ് ചോദ്യം. ഏർക്കാന എന്ന വടക്കൻ മലബാർ പ്രദേശത്തെ ഒരു കൂട്ടം മനുഷ്യരുടെ പ്രണയവും പ്രതികാരവും ആവിഷ്കരിക്കുന്ന നോവൽ ഏതെന്നാണ് ചോദ്യം. ശരിയായ ഉത്തരം PV ഷാജികുമാറിന്റെ മരണവംശം എന്നുള്ളതാണ്. ഇതിനകത്തൊരു പ്രശ്നം, നമ്മള്
ചിലപ്പോൾ പുതിയ നോവലുകളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ഡീറ്റെയിൽ സ്റ്റഡിയിലേക്ക് പോയിട്ടുണ്ടാവില്ല. അല്ലെ, പുതിയ നോവലുകളെയും നോവലിസ്റ്റുകളെയും നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ഡീറ്റെയിൽ സ്റ്റഡി ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാൻ കഴിയില്ല. അപ്പൊ മരണവംശം, പി വി ഷാജികുമാറിന്റെ മരണവംശം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ഏർക്കാന എന്ന വടക്കൻ മലബാർ പ്രദേശത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് രചിക്കപ്പെട്ടിട്ടുള്ള കൃതിയാണ് മരണവംശം. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. തൂലികാനാമം സ്ഥിരം ചോദ്യ മാതൃകയാണ്. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? അത് സി ഗോവിന്ദ പിഷാരടി. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. സി ഗോവിന്ദ പിഷാരടി ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. എതിര് എന്ന ആത്മകഥ ആരുടേതാണ്? വളരെ പ്രധാനപ്പെട്ട ആത്മകഥകളിൽ ഒന്ന് കുഞ്ഞാമന്റേതാണ്. എം കുഞ്ഞാമന്റേതാണ് എതിര് എന്ന ആത്മകഥ. എതിര് എന്ന ആത്മകഥ എം കുഞ്ഞാമന്റേതാണ്. അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ വൃത്തം എന്നിവയെ പറ്റി പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതി ഏത് എന്നതാണ് ചോദ്യം. ഉണ്ണിച്ചിരുദേവി ചരിതം എന്നുള്ളതാണ് ഉത്തരം. ഈ ഭാഗത്തു നിന്നും കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം ഉണ്ടായിട്ടുണ്ട്. നെറ്റ് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന അതേ മോഡലുള്ള ചോദ്യമാണ്. അമ്മാനപ്പാട്ട്, സന്ദേശപ്പാട്ട്, കുയിൽ വൃത്തം എന്നിവയെ പരാമർശിക്കുന്ന പ്രാചീന മണിപ്രവാള കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഉണ്ണിച്ചിരുദേവി ചരിതം എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം വ്യാകരണത്തിൽ നിന്നാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ അനുജ്ഞായക പ്രകാരത്തിന് അനുജ്ഞായക പ്രകാരത്തിന് ഉദാഹരണം ഏത് എന്നുള്ളതാണ്. ഏതാണ്? അപ്പൊ നമ്മൾ പ്രകാരങ്ങളെ കുറിച്ച് സംസാരിച്ചിരുന്നു. സ്വയം സമ്മതം സൂചിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് ക്രിയയ്ക്ക് നമുക്ക് അനുജ്ഞായക പ്രകാരം എന്ന് പറയാം. അപ്പോ കേൾക്കാം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. കേൾക്കാം എന്നുള്ളതാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ യോജിക്കാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ചെറുകഥാ പ്രസ്ഥാനം എം പി പോളിന്റേതാണ്. കഥ തേടുന്ന കഥ എൻ പ്രഭാകരന്റേതാണ്. ചെറുകഥയുടെ ഛന്ദസ് വി രാജകൃഷ്ണന്റേതാണ്. ചിത്രകലയും ചെറുകഥയും ടി ആറിന്റേതാണ്. ടി രാമചന്ദ്രന്റേതാണ്. ടി ആറിന്റേതാണ്. ഇ ടി രാജഗോപാലന്റേത് അല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഘടകപദങ്ങളിൽ പൂർവപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യമുള്ള സമാസം ഏത്? നേരത്തെ നമ്മൾ പറഞ്ഞു, അത് അവ്യയീഭാവനാണ്. പൂർവപദത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം നൽകിയാൽ ആ സമാസത്തെ നമ്മൾ പറയുന്നത് അവ്യയീഭാവൻ എന്നാണ്. അവ്യയീഭാവൻ. അടുത്ത ചോദ്യം, മലയാളം കൃതികളും അവയെ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയവരെയുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇവയിൽ യോജിക്കാത്തത് എന്നാണ്. ഒരു അക്ഷര പിശാച് കടന്നുകൂടിയിട്ടുണ്ട്. യോജിക്കാത്തത് ആരാണ്? ഏതാണ്? അത് നേത്രോന്മീലനം ജയദേവിക എന്നുള്ളതാണ് യോജിക്കാത്തത്. ബാക്കിയെല്ലാം അതാത് വിവർത്തകരും കൃതികളും തന്നെയാണ്. ആടുജീവിതവും മീശയൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ്. ജയശ്രീ കളത്തിലിന് അവാർഡ് കിട്ടിയ കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആ കൃതിക്കാണ് നേത്രോന്മീലനത്തിന്റെ വിവർത്തകയുമായി ബന്ധപ്പെട്ട ഓപ്ഷനാണ് ശരിയല്ലാത്തത്. കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിലെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് സെറ്റ് പരീക്ഷകളുടെ ഒക്കെ പ്രീവിയസ് ചോദ്യമാണ്. കൃഷ്ണഗാഥയിലെ ഭക്തൻ അതിന്റെ കവിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന് അഭിപ്രായപ്പെട്ടത് ചേലനാട്ട് അച്യുതമേനോനാണ്. അടുത്ത ചോദ്യം, മിടുക്കിയായ കുട്ടി ഇത് ഭേദകത്തിന്റെ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഭേദകം എന്നാൽ എന്താണ്? അത് വിശേഷിപ്പിക്കുന്നത്. വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഭേദകം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഭേദകത്തെ പലതായി തിരിക്കാറുണ്ട്. വസ്തുവിന്റെ സ്വഭാവത്തെയോ സൗന്ദര്യത്തെയോ ഒക്കെ കാണിച്ചാൽ, മിടുക്കിയായ കുട്ടി വസ്തുവിന്റെ സ്വഭാവത്തെയോ സൗന്ദര്യത്തെയോ ഒക്കെ കാണിച്ചാൽ നമുക്ക് പറയാം വിഭാവകം എന്ന വിഭാഗത്തിൽ പെടുന്ന ഭേദകമാണ് ഇത്. അടുത്ത ചോദ്യം, ഒട്ടിച്ചകമ്പുകൽ എന്നാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ശരിയായി കെട്ടിച്ചകമ്പുകൽ എന്നാണ്. കാഴ്ചകെട്ട്, നാലുപാദം എന്നിവ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ചാത്തിരാംഗം. ഇതും നെറ്റ് പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദ്യമായിട്ട് കണ്ടിട്ടുള്ള ചോദ്യമാണ്. നെറ്റ് പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കെട്ടിച്ചകമ്പുകൽ, കാഴ്ചകെട്ട്, നാലുപാദം, ഈ അനുഷ്ഠാനങ്ങൾ. ചാത്തിരാംഗം അല്ലെങ്കിൽ യാത്രക്കളി, പാനേങ്കളി, സംഘക്കളി എന്നൊക്കെ വിളിക്കുന്ന ആ കലാരൂപവുമായി അല്ലെങ്കിൽ ആ അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് കെട്ടിച്ചകമ്പൂകൽ, കാഴ്ചക്കെട്ട്, നാലുപാദം തുടങ്ങിയവ. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചാത്തിരാംഗം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ യാത്രാ വിവരണ ഗ്രന്ഥം ഏത്? അത് അകലങ്ങളിലെ മനുഷ്യർ എന്ന ആരുടേതാണ്? കെ രവീന്ദ്രന്റേതാണ് ഈ കൃതി. അകലങ്ങളിലെ മനുഷ്യർ എന്നുള്ള കൃതി അതിലേതാണ്? അതാണ് യാത്രാ വിവരണ ഗ്രന്ഥമായി ഈ കൂട്ടത്തിലുള്ളത്.
അടുത്ത ചോദ്യം, രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലെ കൃതി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ് അഭിപ്രായപ്പെട്ടത്? രാമചരിതം അതുണ്ടായ കാലത്ത് മലയാളം പാട്ടിന് ഉപയോഗിച്ചിരുന്ന സാഹിത്യ ഭാഷയിലാണെന്ന് ഉള്ളൂരാണ് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. എന്നാൽ സംസ്കൃത അക്ഷരമാല മലയാളത്തിൽ സ്വീകരിക്കുന്നതിന് മുമ്പുള്ളതും ഭാഷയുടെ ആദ്യ രൂപത്തെ പ്രതിഫലിപ്പിക്കുന്നതുമായ കൃതിയാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടത് ഗുണ്ടർട്ടാണ്. അല്ലെ, ഗുണ്ടർട്ടാണ്. അതുപോലെ പോർച്ചുഗീസുകാരുടെ വരവിന് മുമ്പുള്ള ഭാഷയുടെ പ്രാക്തന രൂപമാണ് രാമചരിതം എന്ന് അഭിപ്രായപ്പെട്ടതും ഗുണ്ടർട്ടാണ്. ഇതും നെറ്റ് സെറ്റ് പരീക്ഷകളുടെ പ്രീവിയസ് ചോദ്യങ്ങളുടെ മാതൃകയിലുള്ള ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പുളിങ്കൊമ്പത്തെ പോതി ഏത് നോവലിന്റെ പുരാവർത്തത്തിലാണ് കടന്നു വരുന്നത്? അത് ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസത്തിലാണ്. രവിയും ഏകാധ്യാപക വിദ്യാലയവും അപ്പുക്കിളിയും കഥാപാത്രങ്ങളായി കടന്നു വരുന്ന അപ്പുക്കിളിയൊക്കെ കഥാപാത്രങ്ങളായി കടന്നു വരുന്ന ഖസാക്കിന്റെ ഇതിഹാസത്തിലെ പുരാവൃത്തമാണ്, മിത്താണ് പുളിങ്കൊമ്പത്തെ പോതി എന്ന മിത്ത്. അടുത്ത ചോദ്യം, കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത് ആരാണ്? നളിനിയുടെ അവതാരിക വളരെ ഫേമസ് ആണ്. മലയാള നിരൂപണ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കൃതിയാണ് AR രാജരാജവർമ്മയുടെ നളിനിയുടെ അവതാരിക. അടുത്ത ചോദ്യം വിമർശനവുമായി ബന്ധപ്പെട്ടതാണ്. കുട്ടിക്കൃഷ്ണമാരാരുടെ കൃതികൾ ഉൾപ്പെടുന്ന ഗണം തെരഞ്ഞെടുക്കാനാണ് ചോദ്യം. ഏതാണ്? മാനദണ്ഡം ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയാണ്. ശരിയായ ഓപ്ഷൻ സാഹിത്യവിദ്യ രാജാങ്കണം ദന്തഗോപുരം. സാഹിത്യവിദ്യ രാജാങ്കണം ദന്തഗോപുരം എന്നുള്ളത് തന്നെയാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം ഒരു മുഖവുര എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? അത് TP സുകുമാരൻ എന്നുള്ളതാണ് ശരിയായ ഉത്തരം. പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിനൊരു മുഖവുര എന്ന ഗ്രന്ഥം എഴുതിയത് TP സുകുമാരൻ ആണ്. പരതന്ത്രഘട്ടം അടുത്ത ചോദ്യമാണ്. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം എന്നിങ്ങനെ ഭാഷാ ഘട്ടവിഭജനം നടത്തിയത് CL ആന്റണിയാണ്. അപ്പൊ നമ്മൾ ഓരോ ഘട്ടവിഭജനത്തെയും മനസ്സിലാക്കണം. പരതന്ത്രഘട്ടം, സംക്രമണഘട്ടം, സ്വതന്ത്രഘട്ടം എന്നിങ്ങനെ ഭാഷാ ഘട്ടവിഭജനം നടത്തിയത് പ്രൊഫസർ CL ആന്റണിയാണ്. പ്രജനക വ്യാകരണം എന്ന സങ്കല്പം നോം ചോംസ്കിയുടേതാണ്. പ്രജനക വ്യാകരണം എന്നുള്ള സങ്കല്പം നോം ചോംസ്കിയുടേതാണ്. അപ്പൊ നമ്മൾ കാറ്റഗറി 3യുമായി ബന്ധപ്പെട്ട മലയാളം ചോദ്യങ്ങളാണ് വിശകലനം ചെയ്തത്. അതിലെ ഒന്നാമത്തെ നമ്മൾ ആദ്യം ചർച്ച ചെയ്ത പാർട്ട് വലിയ പ്രയാസമില്ലാത്തതായിരുന്നു. എളുപ്പമുള്ളത് എന്നോ ഒരു മീഡിയം ലെവലാണോ എന്നോ ഒക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. എന്നാൽ കാറ്റഗറി 3യുടെ വളരെ പ്രധാനപ്പെട്ട നമ്മളിപ്പോ ഏറ്റവും അവസാനം ചർച്ച ചെയ്ത പാർട്ടിലേക്ക് വരുമ്പോൾ ചോദ്യത്തിന്റെ നിലവാരം ഒന്നുകൂടെ ഉയരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മൾ സാധാരണ കേട്ടിട്ട് കാറ്റഗറി നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാറ്റഗറി 3 ക്രാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഏറ്റവും അവസാന നിമിഷം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ട് 3യുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. പാർട്ട് 3യുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഏറ്റവും അവസാനത്തെ നിമിഷം ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം എന്ന് ധരിക്കരുത്. കാരണം ഒരു തരത്തിൽ നെറ്റ് സെറ്റ് നിലവാരത്തിലേക്ക് തന്നെ ഉയരുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പോ ഏറ്റവും ബേസ് മുതൽ നെറ്റ് സെറ്റ് നിലവാരത്തിലേക്ക് വരുന്ന ചോദ്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കാര്യമാണ് നമ്മളോട് ഇത്തവണത്തെ ചോദ്യപേപ്പറും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തെ ചോദ്യവും ഏതാണ്ട് അങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിൽ നിന്ന് ഒരു പടി കൂടി ഉയർന്നു എന്നോ അല്ലെങ്കിൽ ആ ചോദ്യത്തിന്റെ ഏതാണ്ട് അതേ നിലവാരം പുലർത്തുന്നത് എന്നോ ഒക്കെ നമുക്ക് പറയാൻ പറ്റുന്ന വിധത്തിലാണ് ഈ തവണയും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തണം എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്ന ചോദ്യപേപ്പറാണ് നമ്മൾ ഇത്തവണ കണ്ടത്. അപ്പോൾ ഒട്ടും ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പറേഷൻ, നമ്മുടെ തയ്യാറാകൽ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുക എന്ന കാര്യം ചെയ്താൽ മാത്രം മതി. അപ്പൊ നമുക്ക് ഈ അനാലിസിസ് ഇവിടെ അവസാനിപ്പിക്കാം. പല ചോദ്യങ്ങൾക്കും കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. അവ കിട്ടുന്ന മുറയ്ക്ക് വീഡിയോയ്ക്ക് താഴെ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് ചേർക്കാം എന്നാണ് കരുതുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കുക, കമന്റുകളിലൂടെ അറിയിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി മാ4 മലയാളം ഭാഷാ പഠന കേന്ദ്രത്തിന്റെ നന്ദി അറിയിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.